5 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലുള്ള തൻ്റെ മകളെ കാണാൻ പോയ ചാലക്കുടി സ്വദേശി പ്രകാശൻ തിരികെ നാട്ടിലേക്ക് വരുന്ന വഴി ആന്ധ്രാപ്രദേശിലുള്ള റെനിഗുണ്ടയിൽ വെച്ച് കാണാതായി. പ്രകാശിനെ തേടി ബന്ധുക്കളെല്ലാം റെനിഗുണ്ടയിൽ പോയിരുന്നുവെങ്കിലും പ്രകാശിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് പ്രകാശിൻ്റെ ഭാര്യ ശൈലജയും ശൈലജയുടെ ആങ്ങള തിലകനും പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത് പ്രകാശിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കാൻ കഴിയുമോ എന്നറിയാനാണ്. പ്രകാശിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചറിയാം. പ്രകാശിന് എന്താ ജോലി? ചെത്തായിരുന്നു. പ്രകാശം മുമ്പ് നാട് വിട്ടു പോയുള്ള ആളല്ല. ഫോൺ നമ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ? ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ഡയറി ഉണ്ടായിരുന്നു. മൊബൈൽ ഉണ്ടായിരുന്നു? മൊബൈൽ ഇല്ല. ഭാഷ ഒന്നും അറിയില്ല? ഇല്ല, മലയാളം മാത്രമേ അറിയുള്ളൂ. എത്ര പ്രായം ഉണ്ടായിരുന്നു? പോകുമ്പോൾ 44 വയസ്സ്. 44 വയസ്സ്. 5 വർഷം അല്ലേ? നിങ്ങൾ അന്വേഷിച്ചു എല്ലായിടത്തും അല്ലേ? ഒത്തിരി അന്വേഷിച്ചു. കൂടെ ആരുണ്ടായിരുന്നു? ആരെങ്കിലും ഉണ്ടായിരുന്നു? പുള്ളി ഒറ്റയ്ക്ക് പോയത്? അല്ല, പാപ്പന്റെ മകനുണ്ടായിരുന്നു. അയാൾ ഈ റെനിഗുണ്ടയിൽ ഇറങ്ങുമ്പോൾ കണ്ടില്ല? ആള് ഉറങ്ങിപ്പോയെന്നാ പറഞ്ഞു. 1 മണി സമയത്താണ് രാത്രി. ആര്? ഇയാൾ ഇറങ്ങിയതോ? വലിയേട്ട ഇറങ്ങിപ്പോയത് അവൻ കണ്ടില്ല. പ്രകാശ് എന്തിനാ ഇറങ്ങിപ്പോയത്? അങ്ങനെ അത് അവൻ പറയുന്നത് തൊട്ടടുത്തിരുന്ന ഒരാൾ മദ്യം കൊടുത്തുന്ന്. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വലിയേട്ടൻ ഛർദിക്കും ചെയ്തു. പിന്നെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത പോലെ കാണിച്ചു എന്ന്. അപ്പോൾ ഇവൻ ഒത്തിരി നേരം ഇങ്ങനെ ഓടി നടക്കായിരുന്നു ട്രെയിനിൽ. എന്നിട്ട് പിടിച്ച് കെടുത്തിന്ന്. അപ്പോൾ വലിയേട്ടനും ഉറങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ഇവനും കയറി കിടന്ന് ഉറങ്ങിയെന്ന്. അത് കഴിഞ്ഞ് അവൻ കണ്ണിറന്ന് നോക്കിയപ്പോൾ വലിയേട്ടനെ കാണാനില്ലാന്ന്. ചെരുപ്പ് പോലും ട്രെയിനിൽ കിടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടൊരു ഒന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം 1 മണി സമയത്ത് ഒരു ഫോൺ വന്നു. ഈ റെനിഗുണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വാസുദേവനോ ഇവരായിട്ടൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്, ഒന്നും ചോദിച്ചിട്ട് പറയണില്ല, ആളിങ്ങനെ മിഴിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആളുടെ ഡയറിയിൽ നിന്ന് നമ്പർ നോക്കി എടുത്തിട്ടാണ് ഞങ്ങൾ വിളിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒരു ദിവസം പോലും വീട് വിട്ട് നിൽക്കാത്ത ആളാണ്, ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചേട്ടൻ ദയവ് ചെയ്ത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, ചേട്ടാ ആളിൽ നിന്നും രക്ഷിക്കണം, ഞങ്ങളെ എത്തുന്ന ഒരാളെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിലും പറഞ്ഞ ആളുടെ കയ്യിൽ കാശ് 6000 രൂപയുണ്ട്. അപ്പം ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ പൈസ നിങ്ങൾ വെച്ചോ, എൻ്റെ കയ്യിലിരുന്ന ചിലവാകും, ഇത് ചായപ്പൻകുഴിയാണ് എന്നൊക്കെയാണ് ആൾ പറയണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ആളെ നോക്ക്, ഞങ്ങളിത് ഇപ്പം എത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് വലിയച്ഛൻ്റെ മോൻ്റെ വണ്ടി എടുത്ത് ഞങ്ങളൊരു 10-15 ആൾ ഇവിടെ എത്താറായി. അപ്പോണ്ട് പറഞ്ഞു, ഞാൻ ആടിനെ അഴിച്ച് കെട്ടാൻ പോവാ എന്ന് പറഞ്ഞു. ഒരു തമിഴ് ഒരു കൊച്ചിനെ വെച്ചു. റൂം ഉള്ളിൽ നിന്ന് പുറത്ത് നിന്നു. പുറത്ത് ഒരു ചെക്കനെ കാത്ത് റൂം ഇവർ പൂട്ടിയില്ലാന്ന്. അപ്പോൾ ആളെന്തെങ്കിലും ചെയ്താലോ എന്ന് പേടി കൊണ്ടാണ് ആളങ്ങനെ, ആളെ കണ്ടിട്ടും അവർക്കൊന്നും ചെയ്യുന്നിട്ട് തോന്നണില്ലാന്ന്. അപ്പോൾ പറഞ്ഞു, എടാ ഇയാളെ നോക്കിക്കോളെന്നും പറഞ്ഞിട്ട് ആളെ വെച്ചെന്നു. എന്നിട്ട് ആളെ പിടിച്ചൊരു തള്ളു കൊടുത്തിട്ട് ഞാൻ ആടിനെ അഴിച്ച് കെട്ടട്ടെ എന്നും പറഞ്ഞ് ഒറ്റ പോക്കാന്ന്. പിന്നെ അതിന് ശേഷം കണ്ടിട്ടില്ല. ഒരു വിവരം. 5 പ്രാവശ്യം പോയി. പിന്നെയും 5 ദിവസം കഴിഞ്ഞ് അവിടെ TV-ലും പേപ്പറിലും ഒക്കെ ഇട്ട് അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് കയ്യിൽ. കൊടുത്തു. ഒരു അന്വേഷണം കിട്ടിയില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഈ കൊടുത്ത മദ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവുമോ? ആയിരിക്കും. മോള് ഡൽഹിയിലായിരുന്നു. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ സെൻറ്റ് ആൻസ് സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അത് സെക്കൻഡിൽ നിന്ന് അടിച്ചു വന്നു. അപ്പോളയിൽ കിട്ടി ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് അവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് പഠിക്കാൻ ആന്ധ്രാപ്രദേശിലേക്ക് വന്നപ്പോഴാണ് ഈ തെറ്റ് കണ്ടത്. നഴ്സിംഗ്. അപ്പോൾ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ ഇതിൽ മാർക്ക് ശരിക്കുണ്ട്, സെക്കൻഡിൽ നിന്ന് അടിച്ചു വന്നിക്കണ്. അപ്പോൾ സിസ്റ്റർ ഇത് എന്താണ്, ഇത് കൊണ്ടുപോയി ഞാൻ എന്നിട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതോടെ വെച്ചിട്ട് പോകും, ഞങ്ങൾ പിന്നീട് ശരിയാക്കി അയക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞു, എനിക്ക് 1-ാം തീയതി ജോലിക്ക് കയറേണ്ടതാണ്, ഇത് കിട്ടിയില്ലെങ്കിൽ എന്നെ ജോലിക്ക് കയറാൻ പറ്റില്ലല്ലോ, പിന്നെ ഞാനിതോടെ വെച്ച് പോയിട്ട് എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ മെയിൻ സിസ്റ്റം ഇല്ല, അപ്പം അന്ന് ആരെങ്കിലും കൂട്ടി വിടുമോ, ഹൈദരാബാദിൽ പോകണത് ഇവിടെ ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ പോവില്ല സിസ്റ്റർ, ആരെങ്കിലും കൂട്ടി വിടുമെന്ന് വെച്ചപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അത്രയ്ക്ക് അർജൻറ്റാണെങ്കിൽ അന്ന് അച്ഛനെ വിളിക്കാൻ പറയാണ്. അങ്ങനെ 3-3:30 അച്ഛനെ വിളിക്കുമ്പോൾ, അച്ഛൻ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ അച്ഛന് കൂട്ടി ആരെങ്കിലും വിളിക്കുവാനെ പറഞ്ഞു, ഇവർ വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് 1-ാം തീയതി ജോലിക്ക് കയറേണ്ടതാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വാവേ ഞാൻ വരാം ഇപ്പം എന്ന് പറഞ്ഞിട്ട് പോയി പോക്കാണ് ആള്. നിങ്ങളുടെ വീട് എവിടെ ശരിക്കും? ഞങ്ങളുടെ വീട് അതിരപ്പള്ളിക്ക് അടുത്ത്
ആണ് വീട്. ഒത്തിരി മലയുടെ ഇതാണ്. ചാലക്കുടിയിൽ നിന്ന് 15 രൂപയുടെ പോയിന്റ് ഉണ്ട്. ഒരു വിവരവും കിട്ടിയില്ല. ഇല്ല. അയാൾക്കൊരു മാനസിക വിഭ്രാന്തി ഇയാൾ മുഴുവനായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ല, അതിന് ശേഷം അയാൾ കാണിച്ചിരുന്നു അവിടെ അല്ലേ? അത് കഴിച്ചതിന് ശേഷം കാണിച്ചു എന്നാണ് അവൻ പറയണേ. ഈ വാസ്തവനെ പിന്നെയും കണ്ടിരുന്നു അല്ലേ? ഓ, അവര് നമ്മളോടൊപ്പം സഹകരിച്ചു. ആളെ കണ്ടെത്താൻ വേണ്ടി അവര് നമ്മളോടൊപ്പം സഹകരിച്ചു. പൈസ തിരിച്ചു തന്നു. പൈസ തിരിച്ചു തന്നു. അപ്പൊ അവര് സത്യസന്ധരാണ്. അയാൾ എങ്ങോട്ട് പോയി എന്നൊന്നും യാതൊരു നിശ്ചയമില്ല. അവരോട് ഞങ്ങൾ ചോദിച്ചു, എന്ത് ചേട്ടൻ ഞങ്ങൾ നോക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ഞങ്ങൾ തണ്ടിട്ടില്ലേ വാതിലേക്ക്, അത് ഞങ്ങളുടെ പേര് തെറ്റാണ്, ആൾ പോവില്ല എന്ന് വിചാരിച്ചേന്ന്. റൂമിലാക്കിയപ്പോൾ ആളിങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ കയ്യബദ്ധം തന്നെ പറ്റിയതാണ് എന്ന് പറഞ്ഞു അവര്. അപ്പോൾ അവിടെ നിങ്ങൾ അവിടെ പോലീസിലൊക്കെ അന്വേഷിക്കുകയോ ചെയ്തു? അവിടെ ടെലിവിഷനിലൊക്കെ കാണിച്ചു? എല്ലാത്തിനും കൊടുത്തു. പോലീസിൽ പരാതി സ്വീകരിച്ചില്ല അവര്. എന്താ പറഞ്ഞേ? പോലീസിൽ റെയിൽവേ പോലീസിൽ എന്ന് പറഞ്ഞു ഇവർ പുറത്താണ് മിസ്സിങ് ആയത്, അതിൻ്റെ പേരിൽ ട്രെയിനിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചല്ല, അതുകൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഈ ഭാസ്കർ എന്ന് പറഞ്ഞ രുചി ഹോട്ടൽ എന്ന് പറഞ്ഞ വ്യക്തിന് അവിടെ അവിടെയാണ് റൂമിലാക്കിയായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ അവിടുത്തെ SI അവിടെ താമസിച്ചായിരുന്നത്. അപ്പോൾ ആളുടെ റൂമിൽ ചെന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭാഷ അറിയില്ല, ഈ പറഞ്ഞ അതിൻ്റെ ഓണറാണ് സംസാരിച്ചത്. അപ്പോൾ അവിടെയും കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുമാതിരി പത്രത്തിലിടാനായിട്ട് ഇതുമാതിരി തന്നെ അവിടെ നിന്ന് ഒരു രേഖകളും കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് തൃശ്ശൂരിൽ നിന്നാണ് DSPനെ കണ്ട് തൃശ്ശൂരിൽ നിന്നാണ് ഓർഡർ കിട്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയി അവിടുത്തെ പത്രത്തിലിടാൻ പറ്റിയത്. പിന്നെ വിളിച്ചിട്ടില്ല, ഇയാളൊന്നും വിളിച്ചിട്ടില്ല. ഇവിടുത്തെ പോലീസ് വഴിക്ക് വേറെ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല? ഇവർക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പരാതി കൊടുത്തായിരുന്നു, പരാതിയിൽ കോപ്പി തന്നു. നമുക്കൊന്നുകൂടി അന്വേഷിച്ച് നോക്കാം. പ്രവാസലോകം പ്രേക്ഷകരോടാണ്. പ്രകാശൻ അബദ്ധത്തിൽ അപ്രത്യക്ഷനായ ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരോ സൽക്കരിച്ച മദ്യം കഴിച്ച് പെട്ടെന്ന് ബോധം വേറൊരു തരത്തിലേക്ക് മാറിപ്പോയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാനസികമായ ബാലൻസ് തെറ്റിപ്പോയി അങ്ങനെ അപ്രത്യക്ഷനായ ഒരാളാണ്. റെണിഗുണ്ടയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലോ ഒക്കെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പ്രകാശനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രവാസലോകം പ്രേക്ഷകരും ഞങ്ങൾക്കവിടെ പ്രവർത്തകരൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രകാശിൻ്റെ കുടുംബത്തെ അറിയിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളെല്ലാവരും നടത്തണം. ഇത് കാണുന്ന ആളുകൾ പ്രകാശനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പോൾ വേണമെങ്കിൽ രൂപമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവും, 5 വർഷമായിട്ടുണ്ട്. ഏത് തരത്തിലാണ് പ്രകാശ് ഇപ്പോൾ ജീവിക്കുന്നൊരു ഇതുമില്ല. സത്യത്തിൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു തിരോധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മകളുടെ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ പോയ പിതാവ് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം ഇത്തരത്തിൽ പ്രവാസ ലോകത്തിലൂടെ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ പ്രകാശം തിരിച്ചു വന്നുകൂടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ വന്നവർ എത്രയോ ഉണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഇതിലൊക്കെ മാറിപ്പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിലേക്ക് എത്തിപ്പെടുന്ന, കാരണം അത്യാവശ്യം നാടിനെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണല്ലോ, കുറച്ച് പ്രായമുള്ള ആളാണ്. തീർച്ചയായിട്ടും ആ നിലയിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തകർ, പ്രേക്ഷകരൊക്കെ അദ്ദേഹത്തെ കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെയോ ഇവരുടെ കുടുംബത്തെയോ അറിയിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. പ്രകാശം എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ അംഗങ്ങളെ കാണുന്നു, തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തണം. എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ ഞങ്ങളെയോ ആരെ വിളിച്ചാലും എന്ത് സഹായം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാണിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേറെ ഇപ്പോൾ ഒരു ഇതൊന്നുമില്ല. അതിൽ ആകെ ചെയ്യാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. നമ്മളതിൽ പ്രക്ഷേപണം ചെയ്യുക, ആരെങ്കിലും കണ്ടെത്തിയാൽ നിങ്ങളെ പേര് അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേട്ട് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ. പുള്ളിയുടെ ഒരു സമനില തെറ്റിപ്പോയിണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പുള്ളി ഇതായി പോയത്. അപ്പോൾ ഡോക്ടറെ കാണിക്കാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടും ഉണ്ടാവില്ല അവിടെ. നമുക്ക് നോക്കാം കേട്ടോ.